നമസ്കാരം, രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള കർപ്പൂര തുളസിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 5 തരത്തിലുള്ള തുളസികൾ എൻ്റെ വീട്ടിലുണ്ട്. അതിൽ കർപ്പൂര തുളസിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കുറേ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് കേട്ടോ കർപ്പൂര തുളസി. മറ്റ് തുളസികളുടെ ഇലകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പാണ് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക്. നമ്മുടെ കൈപ്പത്തി പോലെയൊക്കെ തോന്നും അല്ലേ? അതുപോലെ തന്നെ ഒരു അസാധ്യ സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. ഇത് ശരിക്കും മിൻറ്റ്, നമ്മുടെ പുതിന ഉണ്ടല്ലോ, പുതിനയുടെ കുടുംബത്തിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പണ്ട് മുതലേ തന്നെ കർപ്പൂര തുളസി ഇലകൾ ഒരു സുഗന്ധവ്യഞ്ജനമായിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിച്ചു വന്നിരുന്നു കേട്ടോ. അച്ചാറുകൾ, ചീസ്, പച്ചക്കറികൾ, അതുപോലെ തന്നെ സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ എന്നിവയിലൊക്കെ വിശേഷ സുഗന്ധം നൽകാനായിട്ട് ഇത് അന്ന് കാലങ്ങൾ തൊട്ടേ ഉപയോഗിച്ചിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല ഫ്ലേവറിങ് ഏജൻറ്റും കൂടിയാണ് നമ്മുടെ ഈ കർപ്പൂര തുളസി. അത്തരത്തിൽ സുഗന്ധം പരത്തൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും നമ്മുടെ ഈ കർപ്പൂര തുളസി പ്രദാനം ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊക്കെ ഉണ്ടാവണ വായവീക്കം, തൊണ്ടവീക്കം, ഉറക്കമില്ലായ്മ, അരുചി തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു കർപ്പൂര തുളസിയുടെ ഔഷധം വളരെ പ്രയോജനമാണ് കേട്ടോ. ഈ ചെടിയിലെ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി മൈക്രോബയൽ, ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെയൊക്കെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാര അളവുകളെയും കൊളസ്ട്രോളിനെയും നിയന്ത്രിക്കുകയും ചെയ്യും കേട്ടോ. ഓർമ്മശക്തി നഷ്ടപ്പെടുക, ഏകാഗ്രത നഷ്ടപ്പെടുക, പ്രത്യേകിച്ചും അൽഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരുമല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം ഈ കർപ്പൂര തുളസിയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ദിനചര്യ പോലെ ആക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മോശം കൊളസ്ട്രോളായ LDL കുറച്ചുകൊണ്ട് നല്ല കൊളസ്ട്രോളായ HDL ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കർപ്പൂര തുളസിയുടെ ഔഷധ ഗുണം. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ തകരാറുകളിൽ നിന്നും സംരക്ഷണം നൽകാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ശരീരത്തിലെ പ്ലാസ്മ ലിപ്പിഡ് പ്രൊഫൈലുകളെ സന്തുലിതമാക്കാനും ഇത് മികച്ചതാണ്. ഇത് ചായയിലിട്ട് കുടിക്കുന്നത് വലിയ രീതിയിൽ ഗ്ലൂക്കോസ് നിയന്ത്രണത്തെ ബാധിക്കുന്നില്ലെങ്കിലും പ്രമേഹമുള്ളവർക്ക് ഇത് ഒരു പ്രയോജനകരമായ ചികിത്സയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മളുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ടും നമ്മുടെ ഈ കർപ്പൂര തുളസി ഉപയോഗിക്കുന്നുണ്ട്. അതിലുപരി അതിൻ്റെ പോഷക ഗുണങ്ങൾ ഒരാളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ആരോഗ്യം മാത്രമല്ല, സൗന്ദര്യത്തിനും ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കർപ്പൂര തുളസി നൽകുന്ന സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലമുടിക്ക് ഇതിൻ്റെ ഗുണം, ഔഷധ ഗുണം വളരെ പ്രയോജനം ഉണ്ട് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. കേശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മുടി അഴകുണ്ടാവാനും മുടി വളരാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ കർപ്പൂര തുളസിയിൽ നിന്നും ഉണ്ടാക്കുന്ന എണ്ണ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കണ എണ്ണ അല്ലാതെ തന്നെ ആ എണ്ണയും നമ്മൾ തേക്കുന്ന സാധാ വെളിച്ചെണ്ണയും മിക്സ് ചെയ്തുകൊണ്ടും ഇത് വേണമെങ്കിൽ തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ കാച്ചി തേക്കാറുണ്ടല്ലോ മറ്റു പല ഔഷധക്കൂട്ടുകളൊക്കെ ചേർത്തിട്ട്. ആ കൂട്ടത്തിൽ ഈ ഇലകൾ ചതച്ച് നീരും സമം വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചിയ എണ്ണയായാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ താരൻ, പേൻ ശല്യമൊക്കെ കുറയാനായിട്ട് ഇതിൻ്റെ എണ്ണ വളരെ പ്രയോജനമാണ്. അതുപോലെ തന്നെ വായനാറ്റൊക്കെ നമുക്ക് ദൂരെ പോകാനായിട്ട്, വായനാറ്റം ഒട്ടും ഇല്ലാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഒരു ഇല ചവച്ച് തുപ്പിയാലും മതിയാവും കേട്ടോ. നമ്മുടെ പുതിനയും തുളസിയും ചേർന്നിട്ടുള്ള ഒരു രണ്ടും കൂടിയിട്ടുള്ള ഗുണം ഒരുമിച്ച് ഒന്നിൽ നിന്ന് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ കർപ്പൂര തുളസിയുടെ പ്രത്യേകത കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചായ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളതാണ്. പെപ്പർമിൻറ്റ് ടീ എന്ന് കേട്ടിട്ടില്ലേ? ഭയങ്കര എന്താ പറയുക, ആശ്വാസമാണ് നമുക്ക്. ചുമ, ജലദോഷം, പനി, തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു ഗ്ലാസ് ചൂടുള്ള ചായ കുടിക്കുന്നത് വളരെ നല്ലതാട്ടോ. വേറെ ഒന്നും നമുക്ക് ചേർക്കണമെന്നില്ല, ചായപ്പൊടിയോ പഞ്ചസാര ഒന്നും ചേർക്കണമെന്നില്ല. ഞാനിവിടെ കാണിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു 5ഓളം നമ്മുടെ കർപ്പൂര തുളസിയുടെ ലീഫ് ഇട്ടിട്ട് അത് നന്നായിട്ട് വെട്ടിത്തിളച്ച് അതിൻ്റെ അംശം സത്ത് അത് വെള്ളത്തിലേക്ക് വന്നപ്പോൾ ഓഫ് ചെയ്തിട്ട് അത് അരിച്ചെടുത്തിട്ട് നമ്മൾ കുടിക്കുകയാണ് കേട്ടോ ചെയ്തത്.
ഇങ്ങനെ നമ്മൾ പെപ്പർമിൻറ്റ് ടീ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക കർപ്പൂര തുളസി ചായ കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ശരീരഭാരം കുറയും, അതുപോലെ തന്നെ നമ്മുടെ ശ്വാസം ഉന്മേഷദായകമാവും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരീരഭാരം കുറയ്ക്കാൻ, തലവേദന ശമിപ്പിക്കാൻ, അതുപോലെ തന്നെ നമ്മളുടെ ദഹന വ്യവസ്ഥേനെ സ്മൂത്താക്കിയിട്ട് നമുക്ക് മറ്റ് ഗ്യാസ് ട്രബിൾ അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും നിന്നും നമുക്ക് ഒരു രക്ഷ തരാനും ഈ ഒരു ചായക്ക് കഴിയും കേട്ടോ. പിന്നെ ഒരുപാട് മുടിയുടെ അഴക്, ചർമ്മത്തിൻ്റെ അഴക്, അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഈ കർപ്പൂര തുളസി പ്രദാനം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാവുന്ന നുറുങ്ങ് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പാസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. പിന്നെ എല്ലായ്പ്പോഴും പറയണ പോലെയൊക്കെ തന്നെ നമുക്ക് ഏതൊരു കാര്യവും അധികമായാൽ അമൃതം വിഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ അതുമായി ബന്ധപ്പെട്ട വൈദ്യനെയോ അറിവുള്ളവരെയോ ഒക്കെ നമ്മൾ കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറന്നേക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോകളിലൂടെ ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.